അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെൽ ബോയ് ഗെയിമർ. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗ്രാനി 3 ആണ് ഗൈസ്. കാരണം അതിന് നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം നല്ല നല്ല കമൻസ് ഉണ്ട്, ചിലതൊക്കെ ഞാൻ മൈൻഡ് ആകുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വ്യൂസും കിട്ടിയതിന്. അപ്പം അത് തന്നെ എടുക്കാമെന്ന്. അപ്പം നമ്മൾ അന്ന് ഇതൊക്കെ തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ ഗ്രാൻഡ് പ മാത്രം ഇട്ട് കളിക്കാൻ പോകും. ഗ്രാൻഡ് പ മാത്രം ഇട്ട് വെറുതെ ഇല്ല, നമ്മൾ ഗ്രാൻഡ് പയും സെൻറ്ററിനെ ഇട്ട് നമ്മൾ നോർമൽ മോഡാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. എന്നാൽ നമ്മൾ ഈസി ആയിരുന്നു 3 പേരെ ഇട്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഡിഫിക്കൽട്ടി വേർഷൻ കൂടിയത് വേണമെങ്കിൽ ജസ്റ്റ് ആരെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമുക്ക് ആരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, പതിവ് പോലെ നമ്മൾ ജയിലിനുള്ളിൽ എത്തിയിരിക്കുകയായിരുന്നു. നോർമലാകുമ്പോൾ ഇച്ചിരി കൂടെ നമ്മൾ അന്ന് കളിച്ചതിനൊക്കെ പാടുണ്ടാകും ഗൈസ്, അത് ഉറപ്പാണ്. ലോപ്പി കഴിക്കുന്നതൊക്കെ ഏറ്റവും പാട് ഈ കളിയിൽ. സൗണ്ട് ഇപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ കഴിയുന്നു. അപ്പൂപ്പൻ എപ്പോഴാണോ വരുന്നത്? നിങ്ങൾക്ക് ദൂരെ നിന്ന് വെടിവെക്കാൻ കഴിയും, അതാണ് മെയിൻ ചെയ്യുന്നത്. മാച്ച് ബോക്സ് അപ്പൂപ്പനുള്ളപ്പോൾ എന്തിനാ കേസ് മാച്ച് ബോക്സിൻ്റെ ആവശ്യം? മണ്ടയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ആ കളവനുണ്ടെന്ന് തോന്നുന്നു. ഓ ഗൈസ്, അയ്യോ നീ എന്നെ കണ്ട് ശരി എന്നാ എന്നെ ഒന്ന് വെടിവെക്കാതിരി. ഇങ്ങേരെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഗൈസ്. അങ്ങനെ ഏറെ മുങ്ങി വന്നു ഗൈസ്. ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിക്കും ഗൈസ്. മൂഞ്ചി ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ അങ്ങേര് വന്നു ഗൈസ്. ബ്ലഡി ഫൂൾ, നിങ്ങൾക്ക് എന്തിൻ്റെ ഇതാ ഗൈസ്. ബാങ്ക് കിട്ടി, ബാങ്ക് എടുത്തോണ്ട് ഓടാം. ഓ നേരെ കൊണ്ട് പോയോ? അവൻ അങ്ങോട്ട് പോകുന്നു, നമുക്ക് എന്തായാലും ഇങ്ങോട്ട് പോവാം. നേരെ കൊണ്ട് വലിയ ശല്യമാണ് ഗൈസ്. നമ്മൾ ഇങ്ങനെ ദൂരേന്ന് വെടിവെക്കുന്നു. ചെയ്യാം. പ്രാവശ്യം ഗ്രാനികളുണ്ട്, ഇപ്രാവശ്യം ഗ്രാനി ഇല്ലാത്തതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല ഗൈസ്. ജസ്റ്റ് നമുക്ക് മാച്ച് ബോക്സ് ഒരു പ്ലാങ്കും ഗൈസ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എന്തൊക്കെയാ പെള്ളോക്കി കിട്ടി. നമ്മുടെ ജസ്റ്റ് ഇപ്പോൾ ആദ്യം ഒന്ന് ഓടിച്ചെല്ലാടെ നോക്കുക ഗൈസ്. അതിനകത്തൊന്നുമില്ല. ഇവർ വരുന്നുണ്ടോ ഗൈസ്? എനിക്ക് നല്ല ഡൗട്ട്. ഇല്ല, ഇപ്പോൾ ഇവിടെ ഒന്നും വരല്ല, ദൈവത്തെ ഓർത്ത്. ഇതിനകത്തൊന്നും ഒന്നുമില്ല. അപ്പം നമുക്ക് പ്ലാങ്ക് കൊണ്ടിട്ടിട്ട് അപ്പുറത്ത് എന്താ നോക്കാം. ഫ്രിഡ്ജ് ക്രാങ്ക് ഗൈസ്. അപ്പൂപ്പൻ, ഞാൻ ചാടിയത് നേരെ അപ്പൂപ്പൻ്റെ അതാ ഗൈസ്. ഞാൻ ആ ചാടിയ സമയത്ത് ഒരു തോക്ക് പോലത്തെ ഷിനപ്പനെ അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് വഴി അങ്ങ് താഴെ പോവാം. ഇല്ല, ഇതുവഴി പോകുന്ന ഇച്ചിരി റിസ്ക്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് വഴി അങ്ങ് പോവാം. എടാ വാഴ അപ്പൂപ്പൻ്റെ ഇവിടെ ഇല്ല ഗൈസ്. അതെന്താ നല്ല കാര്യം. അടി വാഴ പോ, 8 അടി മാറി. ബ്ലഡി ഫൂ.
കാക്കയെ ഓടിക്കാനുള്ള 2 സാധനം നമുക്ക് കിട്ടി. ഒരു കാര്യം ചെയ്യുക, നമുക്ക് ബ്രിഡ്ജ് ക്രാങ്ക് ഇട്ടിട്ടുന്ന കാക്കയെ ഉപ്പനുള്ളപ്പോൾ ആവശ്യമില്ല എങ്കിലും നമുക്ക് ഗൈസ് നോർമലായെന്ന് തോന്നുന്നു. ഇലക്ട്രിസിറ്റി ഇല്ല ഗൈസ്, നമുക്ക് ഇതുവഴി തന്നെ പോകേണ്ടി വരും. ഗൈസ് അപ്പൂപ്പൻ അവിടെ ഇരിക്കുന്നത് അവര് ഗൈസ്, ഈ പുള്ളിക്കാരൻ വൻ സീനാണല്ലോ. എവിടെ പോയാലും അപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പൂപ്പൻ. എന്തായാലും പോവാം. കാക്കി ഓടിക്കാനുള്ള ഒരു സാധനമൊക്കെ ഇവിടെ താഴെ കിട്ടി ഗൈസ്. ഇതുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് താഴെയാണ് ഇനി അതെടുത്തോണ്ട് പറഞ്ഞത്. ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഇല്ലേ. ഗ്രാനി ഇല്ലാത്തതുകൊണ്ട് ഗ്രാനിക്കായിരുന്നല്ലോ സൗണ്ട് കേൾക്കുന്നത്. അപ്പൂപ്പന് പിന്നെ പാടുകളവന് ചെവി കേൾക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഇപ്പം ഇവിടെ ഇല്ല. കാക്കയൊന്നും ഓടിക്കുക, ഇനി കാക്കയുടെ മൂട്ടി തീ ഇട്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ ഗൈസ്. തീ കൊളുത്താൻ സമയമായി കാക്കേ. ഓൾ ദ ബെസ്റ്റ്. ഇത് വഴിയൊന്നും പോകണ്ട, നമുക്കിനി വഴി അങ്ങ് പോയച്ചാൽ മതി. എന്തിനാ വെറുതെ. മണ്ടയ്ക്ക് ആക്കയ്ക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മണ്ടയ്ക്ക് എന്തോ ഷെഡ്. നമുക്ക് ഇങ്ങോട്ട് കാണാം. നമുക്കെന്താ താഴെ പോയി നോക്കാം ഗൈസ്. ഈ വീട് മൊത്തം ഉടായിപ്പാ ഗൈസ്. വീട് മൊത്തം നമ്മളത് തുറന്ന സമയത്ത് നമുക്ക് കിട്ടിയത് ഒരു ആക്സിലേറ്ററാണ്. എങ്ങനെ ഇരിക്കുന്നു. ഒന്നെങ്കിൽ ബ്രിഡ്ജ് എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കടാതെ. അത് നമുക്ക് കുറച്ച് കല്ല് വറക്കാം ഗൈസ്. അപ്പോഴത്തേക്ക് അപ്പം എൻ്റെ മണ്ടക്കിട്ട് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ പറക്കുന്നത് നോക്കാം. കല്ല് 3 എണ്ണമായി. ഇവിടൊന്നും ഒന്നുമില്ല. ഇവിടെ അവിടെ ആയിരുന്നു ഈശ്വര. ഞാൻ പെട്ടെന്ന് പേടിച്ച കേസ്. ആ ട്യൂൺ വന്ന സമയത്ത് ഇവർക്ക് സ്പീഡ് കൂടി കേസ്. ഒരു പെട്ടെന്ന് വരുന്നു. ബാ ഇവിടെ കളവാ. വാ പറ്റിച്ചേ അപ്പൂപ്പനെ ഞാൻ പറ്റിച്ചേ. അതൊക്കെ ഉണ്ട് ചെടി. കളവും വരും ഗൈസ്. എനിക്ക് ഇവിടെ ഇടാൻ തൽക്കാലത്തേക്ക് എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. വന്ന് ഗൈസ്, അങ്ങേര് വന്നു. ഉണ്ട് കളവ് എന്നെ വിടി. ഇതുകൊണ്ട് വരുന്നു. തനിക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വേണ്ട ഇങ്ങോട്ട്. എൻ്റെ അപ്പൂപ്പ മനുഷ്യനൊന്ന് സമാധാനമായിട്ടൊന്ന് രക്ഷപ്പെടുക. ഇപ്പോഴെങ്ങേരി തോക്കം കൊണ്ട് കുണ്ടിയും കുലിക്കായിരുന്നു. പോയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തോ ഫേസ് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവും. എന്തോ അവിടെ എല്ലാം ഉണ്ടായിരുന്നു, അത് എത്തിച്ചില്ല ഗൈസ്. വെപ്പണിക്ക് കിട്ടി. ഇനി അപ്പൂപ്പൻ്റെ തലമണ്ടക്കിട്ട് 2 കൊടുത്തിട്ട് ബാക്കി കാര്യമുള്ളൂ. അതുകൊണ്ട് പോന്നു. ഇനി കളി നമ്മുടെ ഗൈസ്. സ്ലിംഗ് ഷോട്ടിങ് വാ. ഇവിടെ ബ്ലഡി ഫുൾ കളവാ. താൻ എന്നെ വെടിവെക്കാൻ തുടങ്ങും അല്ലേടോ. എന്തിയാടാ നിനക്ക് ഇപ്പം എന്ത് എന്നെ വെടിവെക്കണ്ടേ? വാടാ ഗൈസ്. അപ്പൂപ്പൻ വരുന്നില്ല ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. അപ്പൂപ്പൻ വന്ന്. ബ്ലഡി
അവിടെ ഉണ്ട് അടുത്തേ വെച്ച് ഗൈസ്. എന്തായാലും കയറി വെക്കാം. മണ്ടയ്ക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നേര് ഈ ബ്ലഡ് കിടവനെ കൊണ്ട് ഞാൻ തോച്ച് സമ്മതിക്കത്തില്ല. ഇങ്ങർക്കിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ കളി തോറ്റാലും വേണ്ടില്ല. ചൂടിത് നോക്കാം ഗായ്സ്. വീണ്ടും അപ്പൂപ്പൻ ഞാനൊരു ട്രൈ നടത്തി അപ്പൂപ്പൻ്റെ നെഞ്ചത്ത്. ഭാഗ്യത്തിന് അപ്പോൾ തിരിച്ച് ഓടി ഗായ്സ്. ഇങ്ങർക്കിട്ട് പൊട്ടിച്ച ബ്ലഡ് ഇടിയൻ. ഒരു മണ്ടക്കോട്ടാണോ ഗൈസ് പോയത്? അങ്ങനെയാണ് ഞാൻ മൂഞ്ചി. എനിക്കെൻ്റെ അതുകൊണ്ട് കേസ് എൻ്റെ വെപ്പം കിടക്കുന്നു. ഫൈനലി വി ഗോട്ട് ഗൈസ്. എന്ത് ചെയ്യാ കളവൻ എന്ത് ചെയ്യും മൊട്ടത്തടേ. എനിക്ക് ഇന്നോട്ട് ഇതൊക്കെ സമയമില്ല. എനിക്ക് അപ്പൂപ്പനിട്ട് 2 എണ്ണം പൊട്ടിക്കണം. ഇതാ കുഴപ്പം. പിന്നെ നോക്കുന്ന സമയത്ത് അങ്ങേര് കാണത്തില്ല. അങ്ങേര് മുങ്ങും. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഒന്ന് വെടിവെക്കും ഗൈസ്. ബ്ലേഡ് ഇടിച്ച് അപ്പൂപ്പ എന്തിയേ കുഞ്ഞുമോനെത്തി. കുഞ്ഞുമോനെത്തിയിട്ട് കുഞ്ഞുമോനെ കാണാനും വരുന്നില്ലല്ലോ ഇങ്ങേര്. ഗൈസ് അപ്പൂപ്പനെ കാണുവാനില്ല. 5 അടി പൊക്കം, 2 വീതി, മലരൻ സ്വഭാവം. കണ്ടു കിട്ടിയാൽ അപ്പൂപ്പൻ്റെ ഫോൺ നമ്പറായ 9997 വിളിക്കുക. കച്ചുമാൻ്റെ ഈ ഫോണുണ്ട്, അതെടുത്തോളും ഗൈസ്. ഇങ്ങേരിത് എവിടെ പോയി ഗൈസ്? എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. അങ്ങേരെ കാണുവാനില്ല. ഗൈസ് അപ്പൂപ്പൻ ഓടിപ്പോയോ? കാണുന്നില്ലല്ലോ ഇങ്ങേര്. എടാ ബ്ലഡി ഫുൾ കളവാ. വരെയൊക്കെ ഇറങ്ങിയോ? എനിക്ക് തന്നെ പൊട്ടിച്ചിട്ട് വേണം ബാക്കിയുള്ള ഇതൊക്കെ. ഉണ്ടോ? ഏയ് ഇല്ല. അങ്ങേരാ ഗൈസ് അങ്ങേര് എവിടാ? ഒന്ന് നോക്കാം ഗൈസ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ് അപ്പൂപ്പൻ എത്തി. തനിക്കിട്ട് പൊട്ടിക്കല്ലേടോ ബ്ലഡി ഫൂൾ. എന്താടാ തനിക്കത് പറയണ്ടോ? മുഖത്തൊക്കെ പറയടാ. മുഖത്തൊക്കെ പറഞ്ഞോ. പക്ഷേ ബ്ലഡി വഴി മാറാ മുണ്ടക്കൽ കിളവാ. വേണ്ട വേറെ കിടപ്പുണ്ടോ? അവർക്കിട്ട് ഒരെണ്ണോടെ പൊട്ടിക്കാൻ തോന്നുന്നു. ഗൈസ് നമുക്ക് സ്വസ്ഥമായിട്ട് അന്വേഷിക്കാം ഗൈസ്. എനിക്ക് ഈ അപ്പൂപ്പൻ്റെ തോക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് താഴെ ചെന്ന് വെച്ച സംഭവം പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ക്രൗബാർ എടുക്കാൻ കഴിയുന്നത് നോക്കാം. അപ്പൂപ്പനിട്ട് പൊട്ടിച്ചപ്പോൾ എന്തൊരു സുഖം. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇങ്ങനൊരു സുഖം? ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെ എന്തോ ഫ്യൂസ്. അപ്പോൾ ഗൈസ് നമുക്ക് മറ്റേ ഡോർ എസ്കേപ്പിനായ 1-2 സംഭവങ്ങൾ കിട്ടി. ജനറേറ്റർ കേബിൾ എന്തായാലും ഇത് കൊണ്ടുവെക്കാം. അങ്ങേരെ എന്തായാലും കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടുവെക്കാം. കേബിൾ വെളിയല്ലേ. നമുക്ക് ഇത് ഇവിടെ ഇടാം തൽക്കാലത്തേക്ക്. ആക്സിലേറ്റർ എടുക്കുക. എടുക്കടാ ആക്സിലേറ്റർ എടുക്കുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊന്നും വരത്തില്ലായിരിക്കും. നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് നമുക്ക് ക്രൗബാർ എടുക്കണം ഗൈസ്. എല്ലാം സ്പീഡ് ചെയ്തേ പറ്റി ഗൈസ്. നമുക്ക് മണ്ടക്കലത്തെ തുറന്നിട്ട് കാണാം ഗൈസ്. ഞാനിപ്പോൾ റിസ്ക് ആരും ചെയ്യുന്നു. ഇതിനകത്തൂടെ ചാടി ഞാൻ കണ്ടിട്ടുണ്ട് ഗൈസ് കുറേ പേര്. ഇത് ഗൈസ് അങ്ങേര് പിന്നെ ജീവിച്ചു വന്നോ ബ്ലഡി ഫൂൾ.
ഗൈസ് രക്ഷപ്പെട്ടത്. അവർ പിന്നെ പോയി തേങ്ങ എടുക്കടാ. ഗ്രാനി മറ്റാളുടെ വീട്ടിൽ പോ ഗൈസ്. എന്തുവാ ഗൈസ് അതെന്തും ക്രൗബാറാ, സോറി ഗൈസ്, സ്ക്രീൻ ഷോട്ട് അതാ ഞാൻ ഉദ്ദേശിച്ചത്. തിരിഞ്ഞു പോയി എല്ലാം കൂടെ. ഗൈസ് ട്രെയിൻ എസ്കേപ്പിന് വേണ്ട 2 സംഭവങ്ങൾ നമുക്ക് കിട്ടി. ഒന്ന് ആക്സിലേറ്ററും ഒന്ന് നമ്മുടെ ഇപ്പോൾ കോയിനും കിട്ടി ഗൈസ്. നമ്മുടെ പൊട്ടത്തേങ്ങ പൊതിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് കിട്ടി. നമുക്ക് തോക്ക എന്തായാലും കയ്യിൽ തന്നെ വെച്ച് നമുക്കെല്ലാം കൊണ്ടും പോകാം ഗൈസ്. ചെടി നമ്മൾ അതിനകത്ത് ഇട്ടായിരുന്നു. ഇനി എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നമുക്ക് ലിഫ്റ്റ് വർക്ക് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പിന്നെ എടുക്കില്ല. വെടിവെക്കുന്നില്ലേ മര്യാദക്കുന്നില്ല, വെടിവെച്ചു വല്ലു ഇങ്ങനെ വഴിക്കുക. പുള്ളിക്കാരൻ ഗ്രാനിയെ തപ്പി നടക്കുക. പുള്ളിക്കാരൻ അറിയത്തില്ലല്ലോ ഗ്രാനിയെ പുള്ളിയെ മാത്രം ഇട്ട കടയോ. ഗൈസ് എനിക്ക് അവിടെ ഇറങ്ങട്ടെ, കുഴപ്പമില്ല നോക്കാം ഗൈസ്. നമുക്ക് ട്രെയിൻ എസ്കേപ്പിന് വേണ്ട അപ്പൂപ്പ എന്നെ വെറുതെ ഗൈസ് ഗ്ലിച്ചടിച്ച്. എന്നിട്ട് ഞാൻ ഗൈസിൻ്റെ ചെറുതായിട്ടൊരു ഹാങ് വന്നു. അതായത് നമ്മൾ അപ്പൂപ്പൻ്റെ മുന്നിൽ ചെന്നൊരു മുത്തമൊക്കെ കൊടുത്തിട്ടാണ്. അപ്പൂപ്പനങ്ങ് ഇഷ്ടപ്പെട്ടു മുത്തം കൊടുത്തത്. നമുക്ക് ട്രെയിൻ എസ്കേപ്പിന് വേണ്ടൊക്കെ മിക്ക സാധനം കിട്ടും. നമുക്കിനി സ്വിച്ച് കൂടെ മതി ഗൈസ്. സ്വിച്ച് എവിടാന്നറിയാം ഗൈസ്. ഗൈസ് കുറേ നേരമായി ആ കിളവനെ തപ്പുന്നു, കാണുന്നില്ല ഗൈസ്. ഒരു വെടി പൊട്ടിച്ചിട്ട് എസ്കേപ്പ് ചെയ്യാമെന്ന് വെച്ച് ഗൈസ്. ഫൈനലി നമുക്ക് എല്ലാ സംഭവം ഡോർ എസ്കേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഡോർ എസ്കേപ്പ് ആണെന്ന് വിചാരിച്ചു. അടുത്ത ഗെയിം നമുക്ക് ഇതേ മീഡിയം ഇട്ടിട്ട് നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ചെയ്യണം ഗൈസ്. ചെയ്യാം. ജസ്റ്റ് ആര് കമൻറ്റ് ചെയ്യുക ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഗൈസ് അപ്പൂപ്പൻ്റെ നെഞ്ചത്തോട്ട് എന്ന് വരും തോക്കിൽ വെടിവെക്കല്ല അപ്പൂപ്പാ. കുറച്ചേറെ ആഹ്ലാദിച്ച് പോയി ഗൈസ്. എന്ത് ചെയ്യാനാന്ന് പറയാം. ഡേ 4 ഈ കളി എന്തായാലും നമ്മൾ എസ്കേപ്പിങ് കാരണം നമ്മൾ അത് തുറന്നിട്ട് അറിഞ്ഞ്. അപ്പൂപ്പാ അമ്മൂമ്മ ഇവിടെ ഇല്ല, വെറുതെ നോക്കുക. ഞാൻ ഇപ്പോൾ പോവാ, കുഞ്ഞുമ്മൻ പോവാ, ചാറ്റ, സ്വീകരണത്തിന് നന്ദി. അങ്ങനെ ഫൈനലി ഗൈസ് വി എസ്കേപ്പ്ഡ് ഗൈസ്. അപ്പൂപ്പാ ടാറ്റ, ചേച്ചി ടാറ്റ. അപ്പൂപ്പനെ തോക്കൊക്കെ പിടിച്ചിരിക്കുന്നു ഗൈസ്. പാവം എന്നെ ഒരു വെടിയും കൂടെ വെച്ച് കൊല്ലണമെന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സമാധാനമാണ് ഗൈസ്. അപ്പൂപ്പനെ ഇനി അടുത്ത കളി നമുക്ക് 3-4 വശം കൊല്ലാം, എന്നിട്ട് തോറ്റാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ വീഡിയോ സബ് ചെയ്യുക ഗൈസ്. നിങ്ങളെല്ലാം സബ് ചെയ്യുക. നിങ്ങളെല്ലാം വ്യൂസ് ഉണ്ട് കാണുന്നുണ്ട്, നിങ്ങളെല്ലാം കാണുന്നുണ്ട്, ബട്ട് നിങ്ങൾ സബ് ചെയ്യുക ഗൈസ്. സബ് ചെയ്യൂ, അതുപോലെ ലൈക്കും ചെയ്യുക. പുതിയ വീഡിയോ വീണ്ടും വരാം. ഓക്കെ.